എങ്ങനെയൊക്കെയോ വകവരുത്തി എന്നുള്ള ഗൂഢമായ ഉദ്ദേശത്തോടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ മുടി കൊഴിക്കുക, നമ്മുടെ മുടിയൊക്കെ കൊഴിഞ്ഞ് പ്രായമായി എന്നൊക്കെ വരുത്താൻ വേണ്ടിയിട്ട്. എന്നെ കുറിച്ച് മംഗളം കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ മുടിയുള്ള കുട്ടി എന്നായിരുന്നു പറയുന്നത്. മുടിയുള്ള കുട്ടി, അപ്പച്ച് മുടിയായിരുന്നു. പിന്നെ സ്കൂളിലൊക്കെ ഇഷ്ടംപോലെ ഇതുണ്ട്, ഇപ്പോഴും നിങ്ങൾക്ക് കാണാം നീളമുള്ളത്. ഇവരിങ്ങനെ പൊഴിക്കുകയാണ് പല രീതിയിൽ. ഈ ലേസർ അതൊക്കെ വെച്ച് ലേസർ അടിക്കുന്നു. ഇവനാരാണ് നമ്മളെ കുറിച്ച് പറയാൻ? ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് അവന് ഭയങ്കര അസുഖം. ഇവനാരാണ് നമ്മളെ കുറിച്ച്? ഇവൻ ഏതോ ഒരു മലപ്പുറത്ത് എന്ന് പറഞ്ഞ ഒരാളെ, അവൻ നമ്മളെ ഭരിക്കാൻ നടക്കുക. ഇവൻ ഏതോ വലിയ കേമനായിട്ടങ്ങ് ഭരിക്കുകയാണ് ഇവനങ്ങ്. ഇവനാരോ എന്തൊക്കെയോ ആണെന്നുള്ള രീതിയിൽ അങ്ങ് ഭരിക്കുക. എന്തൊക്കെയോ നമ്മളങ്ങ് ഏതാണ്ട് പോലെ ആയെന്ന് ഭരിച്ചു തീർക്കണം. ഇവന്റെ മോനെ ഇതുപോലെ അടിച്ച് വക വരുത്തിയിട്ട് കള്ളിനകത്തൊക്കെ ഏതാണ്ടൊക്കെ പൊട്ടിയവനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പലപ്പോഴും ഇവനെ ബോധം കെട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടിടുക, ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് കൈയും കാലും ഒക്കെ കെട്ടിയിട്ട് ഇവൻ കാശ് വാങ്ങിച്ചു. ഇതേപോലെയാണ് എന്നോടും ചെയ്തത്. എന്റെ അമ്മ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നു, എന്റെ അമ്മ ഹോസ്പിറ്റലിൽ പ്രഷർ കൂടി അഡ്മിറ്റ് ആയി എന്നൊക്കെ പറഞ്ഞ ബിജുപി എന്ന് പറയുന്നവൻ എന്നെ വിളിച്ച് ജോസ്കോ എന്ന് പറയുന്ന എടപ്പോൺ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് അവർ അനിൽ എന്ന് പറയുന്ന ഒരു സൈക്യാട്രിസ്റ്റ് ആണ് അവിടെ ഉള്ളവൻ. നമ്മൾ ഈ ഹോസ്പിറ്റൽ ജോസ്കോ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്റെ അമ്മ എന്ന് പറയുന്ന വ്യക്തി ഒരു ചെയറിലിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് പറയുന്ന വ്യക്തിയാണ് ചെയറിലിരിക്കുന്നത്. എനിക്ക് എന്റെ അമ്മയെ ചെയറിലിരിക്കുന്നത് കണ്ട ഓർമ്മയുണ്ട്. പിന്നെ നമ്മൾ എണീക്കുന്നത് ഒരു കട്ടിലേന്നാണ്. കട്ടിലേന്ന് എണീക്കുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലം. നമ്മളിങ്ങനെ ചുറ്റും നോക്കുകയാണ്. നമ്മൾ നോക്കുമല്ലോ ഇത് എവിടെയാണോ ഇതെന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് പിന്നെ ചുറ്റിനും കുറെ കട്ടിലൊക്കെ കിടക്കുന്നു, കുറെ പെണ്ണുങ്ങളൊക്കെ ഇതാ കിടക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി നമ്മളെ ഇങ്ങനെ കൊണ്ടുവന്നത് ഇത് ഇങ്ങനെ ഇടാനാണെന്ന് പറഞ്ഞുകൊണ്ടല്ല മനസ്സിലായത്. ഇവൻ നമ്മളെ ഇങ്ങനെ കൊണ്ടിടുക, കാശുണ്ടാക്കുക, ഇവന്റെ ജോലിയാണിത്. ഇവൻ ജോബ് ലോസ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് അടിച്ചിവൻ കുറെ നോക്കി. ബിജുപി എന്ന് പറയുന്ന കള്ളൻ പേര് കള്ളൻ. ഇവന്റെ സ്വത്തുമെല്ലാം 6 ഏക്കർ വിറ്റ് ഏതോ പെണ്ണുങ്ങൾക്ക് കൊടുത്ത് നടക്കുകയാണ് ഇവൻ. എന്തൊക്കെയോ കള്ളത്തരം കാണിച്ചിട്ട് ഇവന്റെ 6 ഏക്കർ വിറ്റെന്നാ പറയുന്നത്. എല്ലാരും പറയുന്നുണ്ട് ഈ ഇവിടുത്തെ 6 ഏക്കർ അവൻ വിറ്റെന്നുള്ളത്. അങ്ങനെ അങ്ങ് നടക്കുക ഇവൻ. എന്നിട്ട് ഇവൻ നമ്മളെ എല്ലാരും പറഞ്ഞു 18 ദിവസമാണ് കുത്തി വാങ്ങി ഇട്ടത്. അതേപോലെയാണ് ഇവൻ ഈ സുബ്രഹ്മണ്യന്റെ മോനെയും ഇതുപോലെ അടിച്ച് ഇവൻ നല്ലപോലെ കുടിക്കും. ഇവന്റെ അപ്പന്റെ കൂട്ടുകാരൻ നല്ല കുടിയനാണ്. രണ്ടും നല്ല കുടിയന്മാരാ. ഇവനും ഈ മോഹൻ സിംഗ് എന്നൊക്കെ പറയുന്ന പക്ക കുടിയന്മാരാണ്. അവന്റെ പെണ്ണുപിള്ളമാര് വരെയും കുടിക്കുമായിരുന്നു ബിയറും ഒക്കെ. എന്നിട്ട് നമ്മൾ കുടിക്കുമെന്ന് പറയും. എന്നിട്ട് ഇവൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഇതിനകത്ത് ഈ മയങ്ങുന്ന സാധനം കലക്കി മയങ്ങാറായ സമയം നോക്കി പൊക്കോളാൻ പറഞ്ഞു. ഇവനെ പള്ളിപ്പാട്ടോട്ട് പോകുന്ന വയസ്സിൽ മയങ്ങിയിരിക്കുന്നത്. പുന്നം കൂടി എന്നപ്പോ മയങ്ങി വീണ് ഇവന്മാര് പുറകെ ഉണ്ടാക്കി ഇവന്മാരെല്ലാം കൂടി ഇവനെ പൊക്കിയെടുത്തൊരു എന്താണ് നമ്മുടെ ആംബുലൻസിലിട്ട് നേരെ ഇവിടെ കൊണ്ടുപോയി നമ്മുടെ ലേക്ക് ഷോർ എന്ന് പറയുന്ന കള്ളർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അവനെ ഇതാക്കി ബോധം കെടുത്തിയില്ല. ഇട്ടിട്ട് ഇതുപോലെ ബോധം കെടുത്തി. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. ബോധം കെടുത്തിയിട്ട് എന്നിട്ട് അവർക്ക് കോമയാണെന്ന് പറയും. എന്നിട്ട് കയ്യും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കോമയെ കിടക്കുന്നവരുടെ കയ്യും കാലും കട്ടിലേക്ക് കെട്ടിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പിന്നെ ഇവ സംസാരിക്കാതിരിക്കാൻ പിന്നെ ഇവിടെ ഈ കഴുത്തിങ്ങനെ ഇതാക്കും, കുഴിക്കും. ഈ നമ്മുടെ തൊറാക്സ് ഇവിടെ ഇങ്ങനെ കുഴിക്കും. അന്നേരം നമ്മുടെ സൗണ്ട് പുറത്തോട്ട് വരത്തില്ല. എന്ത് സംസാരിച്ചാലും ശരി സൗണ്ട് പുറത്തോട്ട് വരത്തില്ല. അതും ഇതിന്റെ ഭാഗമാണ്. നമ്മൾ കറക്റ്റായിട്ട് സംസാരിക്കുന്നു എന്ന് ആരും അറിയാതിരിക്കാനാണ് നമ്മുടെ തൊണ്ട ഇങ്ങനെ കുഴിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന ആരും കേൾക്കത്തില്ല. സംസാരിച്ചാൽ ഈ കാറ്റ് ഇതുവഴി വന്നിട്ട് നമ്മുടെ സൗണ്ടായിട്ട് അത് വരികയും നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ളവർ അറിയേറ്റുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ്. അങ്ങനെ ചെയ്തിട്ടാണ് ഇപ്പൊ 55 ലക്ഷം രൂപ ഇവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ വകവരുത്തണമെന്നുള്ള ഗൂഢമായ ഉദ്ദേശപ്പെട്ട കുറെ എണ്ണം ഇങ്ങനെ ചുറ്റിനും നടക്കുകയാണ്. ഈ സോമരാജൻ വീട്ടുകാരും ഈ സുബ്രഹ്മണ്യനും അവന്റെ വീട്ടുകാരും പിന്നെ കുറച്ച് അയൽക്കാരൊക്കെ ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ ഈ SNDP കുറെ എണ്ണം വരും. അവന്മാര് ഇതെല്ലാം നമ്മളെ എപ്പോഴും ലേസർ അടിച്ചുകൊണ്ടിരിക്കുക ഈ SNDP വരുന്നവന്മാരൊക്കെ. ഇതൊക്കെ ആരാണ് നമ്മുടെ ദേഹത്തോട്ട് ലേസർ അടിക്കാനൊക്കെ? അങ്ങനെ എന്തൊക്കെ എന്തോന്റെ കാര്യം നമ്മുടെ ദേഹത്ത് ലേസർ അടിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തുവാ? ഇങ്ങനെ ലേസർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ മുടി ഒഴിക്കുക, നമ്മുടെ മുഖത്തോട്ട് അടിക്കുക, നമ്മുടെ ഇവിടുത്തെ ചീക്കൊക്കെ ഇങ്ങനെ ഇതാക്കുക, പിന്നെ പല്ലെടുക്കുക, നമ്മുടെ പുരികം എടുക്കുക. ഇവന്മാരാണ് നമ്മുടെ പുരികം എടുക്കാൻ. അതുപോലെ ഇതിനകത്ത് വെള്ളത്തിനകത്ത് നമ്മുടെ നഖമൊക്കെ ഞാൻ എപ്പോഴും നഖം ഷേപ്പ് ചെയ്ത് നെയിൽ പോളിഷ് അടിച്ചാണ് നടക്കുന്നത്. അപ്പൊ അതൊന്നും ചെയ്യാതിരിക്കാൻ നമ്മുടെ
നഖത്തേലോ നഖ ഒക്കെ ഒടിയാൻ വേണ്ടി നമ്മൾ വെള്ളത്തിനകത്ത് ഭയങ്കര ആസിഡ് ഒഴിക്കുക. അപ്പൊ നമ്മൾ പ്രായമുള്ളവരായിട്ട് നഖമൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊക്കെ പല പല വേദനകളാണ് ഇവന്മാരുടെ, പല പല ഉദ്ദേശങ്ങളാണ് ഇവിടെ എന്നത്. നമുക്ക് എന്തോ അതാണ് ഇവനെപ്പോഴും 50 വയസ്സായി 50 വയസ്സായി 50 വയസ്സായി. എന്റെ ഭാര്യ എന്റെ ഈ കൽപ്പവല്ലി എന്ന് പറയുന്ന ആള് ഇവനെ കല്യാണം കഴിച്ചത് തന്നെ 50-55 വയസ്സായപ്പോഴാണ്. ഇവളിങ്ങനെ മുതുക്കി ആയപ്പോഴാണ് ഇവിടെ കല്യാണം കഴിക്കുന്നത് തന്നെ. എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇവിടെ രണ്ടാമത്തെ കല്യാണമാണ് ഇവനെ കല്യാണം കഴിക്കുന്നത്. ഇവിടെ ആദ്യം ഒന്ന് കെട്ടിയപ്പോഴേ അവനവന്റെ കാട്ടിന് പോയി, ഒരു സിംഗപ്പൂരുകാരൻ. അത് കഴിഞ്ഞാണ് ഇവൻ വരുന്നത്, ഈ ചെരുപ്പൂത്തി. ഇവനെ കൊണ്ട് വലിയ ശല്യമായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ന് നമ്മളൊന്നും അനങ്ങുന്നില്ല. ഇവൻ വന്നങ്ങ് തുടങ്ങി, ഇവനങ്ങ് വന്നിട്ടങ്ങ് ഡ്രാമ കാണിക്കുവല്ലേ, ഇവന്റെ ഡ്രാമ കുറെ. ഇവൻ ഭയങ്കര ഡ്രാമയാണ്. ഇതുവഴി ഇങ്ങനെ പോവുക, പണ്ടേ പോലെ ഡ്രാമയാണ്. ഓരോ വീടുകളിൽ ഓരോ ഓടുമാരും ഓമാരും കയറി ഇരുന്ന ഡ്രാമയാണ്. നമ്മുടെ വീടുകളിൽ ഒരു കാറും വരുന്നില്ല, നമ്മളെല്ലാം കൂട്ടിയിട്ടു. ഒരു കാറും ഇല്ല, ഒരു ബൈക്കും ഇല്ല ഇവിടെ വരാൻ.